മോഹൻ റോയ് ഇവിടെ ഇന്ന് പോലീസ് ഇന്ന് എസ് പിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തതയോടുകൂടി പറഞ്ഞ ഏക കാര്യം, ബാക്കി കാര്യത്തിൽ ഒന്നും തെളിവോ സ്ഥിരീകരണമോ ഒന്നുമില്ല, വ്യക്തതയോടെ പറഞ്ഞ ഏക കാര്യം എന്താണ്, ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ്. ഇന്നലെയാണ് ഇയാളെ പിടികൂടി 2 ദിവസമാവുന്നുണ്ട്. ഡോക്ടർ മോഹൻ റോയ് 2 ദിവസം കൊണ്ട് ഒരാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് പോലീസിന് പറയാൻ കഴിയുമോ? അത് പറയേണ്ടത് പോലീസാണോ നിങ്ങളാണോ ഡോക്ടർ മോഹൻ റോയ്? അല്ല, ഇത് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ കൃത്യമായ നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, മാനസിക അസ്വാസ്ഥ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ആര് പറയുന്നു എന്നുള്ള വിഷയം. 2, ഇനി അഥവാ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്താൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് എക്സംഷൻ കിട്ടുമെന്നുള്ള 2ാമത്തെ കാതലായ പ്രശ്നം. അപ്പോൾ 1ാമത്തെ കാര്യം, മാനസിക രോഗമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ്. അത് തീർച്ചയായും ശാസ്ത്രീയമായ രീതിയിൽ പറയാൻ സാധിക്കുക ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധനാണ്. ആ പ്രക്രിയ എങ്ങനെയാണെന്ന് എന്നുകൂടി നാം അറിയേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിൽ ഇപ്പോഴുള്ള നിയമമനുസരിച്ച് ഒരു വ്യക്തിയെ 10 ദിവസത്തോളം വേണമെങ്കിൽ ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധന് അഡ്മിറ്റ് ചെയ്യാനും നിരന്തര നിരീക്ഷണം, അത് ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ അസസ് ചെയ്ത് 10 ദിവസം ഒരു പ്രാവശ്യം 10 × 3 30 ദിവസം അസസ് ചെയ്തതിന് 30 ദിവസം അസസ് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പ് തരുന്നുണ്ട് നമുക്ക്. 10 × 3 30 ദിവസം അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തിക്ക് മാനസിക അസുഖമുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടതുള്ളത്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരത്തിലൊരു വ്യക്തിക്ക് മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യത്തിൽ നിന്നും എക്സെപ്ഷൻ കിട്ടും. ഇപ്പോൾ സെക്ഷൻ 84, പഴയ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 84, ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലെയും 22, ഈ സെക്ഷൻ 84 പഴയത്, അത് പറയുന്നത് ഇങ്ങനെ: നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ പേഴ്സൺ ഹു അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ഇറ്റ് ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദ ആക്ട് ഓർ ദാറ്റ് ഹി വാസ് ഡൂയിങ് വാട്ട് വാസ് either റോങ് ഓർ കോൺട്രറി ടു. അതായത് മാനസികാസ്വാസ്ഥ്യമുള്ളൊരു വ്യക്തി അത് ചെയ്യുന്ന സമയത്ത് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ തീവ്രത മൂലം താൻ ചെയ്യുന്നത് നിയമത്തിന് വിരുദ്ധമായതോ തെറ്റോ ആയ കാര്യമാണെന്ന് വേർതിരിച്ചറിയാനുള്ള വിവേചനശേഷി ഇല്ലാത്ത ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിനായി എക്സംഷൻ ലഭിക്കുന്നത്. അതിലും അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്നുള്ളത് ഭാരതീയ നിയമസംഹിതയിലെ മെൻ്റൽ ഇൽനെസ് എന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് കാതലായ വ്യത്യാസം വന്നിരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കുൾപ്പെടെ പഴയ ശ്രീനിവാസൻ്റെ വടക്ക് നോക്ക് കേന്ദ്രത്തിലെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തെ ഓർമ്മയുണ്ടാകുമല്ലോ. ഈ തളത്തിൽ ദിനേശന് യഥാർത്ഥത്തിൽ നമ്മളൊരു മാനസിക ചികിത്സയുടെ വർഗ്ഗീകരണം വെച്ച് നോക്കിയാൽ സംശയരോഗം, ഡെലൂഷണൽ ഡിസോർഡർ, ഭാര്യയെ സംശയമായിരുന്നു അദ്ദേഹത്തിന്. അത് ആ ചിത്രം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഈ ഭാര്യയെ സംശയമുള്ള തളത്തിൽ ദിനേശൻ ഒരു ദിവസം മദ്യപിക്കാൻ പോകുന്നു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ദിവസം നടന്നു പോകുന്നു എന്ന് വയ്ക്കുക. അദ്ദേഹം ബാറിൽ വെച്ച് അടിപിടി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ റോഡിൽ വെച്ച് അടിപിടി ഉണ്ടാക്കുന്നു. അദ്ദേഹം ഒരു കല്ലോ അല്ലെങ്കിൽ ബാറിലാണെങ്കിൽ കുപ്പി പൊട്ടിച്ചോ ആളെ അങ്ങ് കൊല്ലുന്നു എന്ന് വയ്ക്കുക. തളത്തിൽ ദിനേശന് മാനസിക രോഗമുണ്ടോ? ഉണ്ട്. തളത്തിൽ ദിനേശൻ ഒരാളെ കൊന്നിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ തളത്തിൽ ദിനേശന് മാനസിക രോഗത്തിൻ്റെ എക്സംഷൻ കിട്ടുന്ന സെക്ഷൻ 84 ആപ്ലിക്കബിൾ ആകുമോ? ഒരു സംശയവുമില്ല, ഇല്ലെന്നേ. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ പൊതുവായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു മാധ്യമ ബോധമുണ്ട്. ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പം കാലാകാലങ്ങളായി വില്ലനോ അല്ലെങ്കിൽ നായകനോ ഒക്കെ പറയാറുണ്ട്, എടാ നിന്നെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് മാനസിക രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് അബദ്ധജടിലമായ ധാരണയാണ്. ഈ പൊതുബോധത്തിൽ നിന്നായിരിക്കണം ഒരുപക്ഷെ ഇപ്പം ഈ ചർച്ച നടക്കുമ്പോൾ പോലും ഇതിൻ്റെ താഴെ വരുന്ന ചില കമൻറ്റുകൾ അങ്ങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവനെ അങ്ങ് സുഖമായി മാനസിക രോഗിയാക്കിയല്ലേ, ഇനിയിപ്പോൾ അവനെ ശിക്ഷിക്കില്ലല്ലോ. ഇതൊന്നും ശരിയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അത് നിയമപരമായി ശരിയല്ല. അതിന് ഈ പ്രക്രിയയിലൂടെ കടന്നുപോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചുള്ള ചർച്ചയും മറ്റു കാര്യങ്ങളും സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അതായത് നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു മാനസിക രോഗി ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും നമുക്ക് എക്സംഷൻ കിട്ടുമെന്ന്. അതൊരിക്കലും ശരിയല്ല എന്നാണ് നിയമപരമായും ശാസ്ത്രീയമായും പറയാനുള്ളത്. ഓക്കെ, ഞാൻ ജോർജ് ജോസഫിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം.